അബു അരീക്കോട് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മരണം അതൊരു ആത്മഹത്യയായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. വളരെ സങ്കടകരമാണ്. ധീരമായി തൻ്റെ ആദർശം വെട്ടിത്തുറന്നു പറഞ്ഞിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികളിൽ അദ്ദേഹം പതറിപ്പോയി. ഇതിൽ നിന്നൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ചതിയുടെയും വഞ്ചനയുടെയും കാലഘട്ടമാണ്. ഏതൊരു സന്ദർഭത്തിലും നമ്മൾ ചതിക്കപ്പെടാം, നമ്മൾ വഞ്ചനയിലകപ്പെടാം. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പല ആളുകളും പറയുന്ന ഒരു കാരണം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ പറയുന്നത് കേൾക്കുന്നത് ഏതോ ഒരു ഓൺലൈൻ ആപ്പിൻ്റെ ചതിയിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധിയിൽപ്പെട്ടതാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും ഏത് സന്ദർഭത്തിലും നമ്മൾ ചതിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പെൺകുട്ടിയുടെ വീഡിയോ വളരെ സങ്കടത്തോടുകൂടി ആ കുട്ടി പറയുന്നുണ്ട്. കാരണം ആ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് AI ജനറേറ്റ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിച്ചിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് വളരെ പ്രയാസത്തോടുകൂടെ സഹിക്കുകയാണ് ആ പെൺകുട്ടി. അപ്പം നമ്മളാരും ഏത് സമയത്തും ചതിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികളെ ധൈര്യമായി നമ്മൾ നേരിടേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ഒരു 2 ആഴ്ചകൾക്ക് മുമ്പ് സൗദിയിലെ എൻ്റെ ഒരു സുഹൃത്ത് അർദ്ധരാത്രി എന്നെ വിളിച്ചു, ഏകദേശം ഒരു 2 മണി സമയത്ത്. അപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക്, അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ കോൾ വന്നു. സൗദിയിൽ നിന്നാണ് സംഭവം നമ്മൾ മനസ്സിലാക്കണം. സൗദിയിൽ വീഡിയോ കോൾ ശരിക്ക് ബ്ലോക്കാണ്. എന്നിട്ടും തൻ്റെ വാട്സാപ്പിലേക്ക് ഒരു വീഡിയോ കോൾ വരുന്നു. അത് അദ്ദേഹം ഓപ്പൺ ചെയ്തപ്പോൾ അപ്പുറത്ത് ഒരു നഗ്നമായിരിക്കുന്ന പെൺകുട്ടിയാണ്. അങ്ങനെ അദ്ദേഹം അത് അപ്പോൾ തന്നെ കട്ട് ചെയ്യുകയും ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക്, വാട്സാപ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ നഗ്ന വീഡിയോ വരികയാണ്. എന്നിട്ട് പറയാണ്, 10,000 റിയാൽ തന്നില്ല എങ്കിൽ ഇതെല്ലാം ഞങ്ങളിപ്പോൾ പുറത്തുവിടും, പ്രചരിപ്പിക്കും എന്ന് പറയുന്നു. മാത്രമല്ല നിരന്തരമായി വാട്സാപ്പിലേക്ക് മെസ്സേജ് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുകളെ എടുക്കുന്നു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഫോട്ടോ അയക്കുന്നു. ഇവരിലേക്കൊക്കെ ഞങ്ങളിത് സ്പ്രെഡാക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ അദ്ദേഹം ഞാനുമായി ബന്ധപ്പെട്ടു, അതിനെ ധൈര്യമായി നേരിട്ടു. ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ അത്തരം ആളുകൾ പിന്തിരിഞ്ഞുപോയി. പക്ഷേ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ പല ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഗൗരവമായി ഇടപെടാനോ അതല്ലെങ്കിൽ ധൈര്യമായി അതിനെ സമീപിക്കാനോ പലപ്പോഴും പല ആളുകൾക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇത് എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ചതിക്കുഴികളെ ധൈര്യമായി നേരിടാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഈ ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യക്കുള്ള കാരണം എന്താണെങ്കിലും അത് പുറത്തു വരേണ്ടതുണ്ട്. പോലീസ് ആ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ ഇനി ഒരാൾക്കും ഉണ്ടാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം.